ഹിജറ വർഷത്തിലെ 1-ാം മാസമാണ് മുഹറം. അങ്ങനെയാവുമ്പോൾ ഹിജറ നടന്നത് മുഹറം 1-നാകേണ്ടതാണ്. പക്ഷെ അങ്ങനെയല്ല. ഹിജറ നടന്നത് റബീഉൽ അവ്വൽ 12-നാണ്. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചത് റബീഉൽ അവ്വൽ 12-ന് തിങ്കളാഴ്ചയാണ്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയതും റബീഉൽ അവ്വൽ 12-ന് തിങ്കളാഴ്ചയാണ്. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായതും റബീഉൽ അവ്വൽ 12-ന് തിങ്കളാഴ്ചയാണ്. ചരിത്രമാണ്. ചരിത്രമാകുമ്പോഴുള്ള നേരിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും എന്നേ ഉള്ളൂ. എന്തായാലും മുഹറം ഒന്നിനല്ല. പിന്നെ എങ്ങനെയാണ് മുഹറം ഹിജറയിലെ 1-ാം മാസമായത്? മുഹറം, സഫർ, റബീഉൽ അവ്വൽ, റബീഉൽ ആഖിർ തുടങ്ങി 12 മാസങ്ങൾ അറബിയിൽ എണ്ണി വരുന്ന ഒരു രീതി നേരത്തെ ഉണ്ട്. കൊല്ലം കണക്കാക്കുന്ന രീതിയിലാണ് വ്യത്യാസം ഉണ്ടായിരുന്നത്. ആദം നബി അലൈഹിസ്സലാം വന്നതിന് ശേഷം ആദം നബി ഭൂമിയിൽ വന്നതിൻ്റെ 1-ാം കൊല്ലം, ആദം നബി അലൈഹിസ്സലാം ഭൂമിയിൽ വന്നതിൻ്റെ 2-ാം കൊല്ലം, ആദം നബി വന്നതിൻ്റെ 3-ാം കൊല്ലം, അങ്ങനെയാണ് ആൾക്കാർ പറഞ്ഞിരുന്നത്. നൂഹ് നബി വന്നപ്പോൾ നൂഹ് നബിയുടെ 1-ാം കൊല്ലം, നൂഹ് നബിയുടെ 2-ാം കൊല്ലം, നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ 950-ാം കൊല്ലം. പിന്നെ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ അതാക്കി. തൂഫാൻ വർഷം 1, തൂഫാൻ 2-ാം വർഷം, തൂഫാൻ 3-ാം വർഷം, അങ്ങനെ ആക്കി. ഈസ നബി അലൈഹി സ്വലാം വന്നപ്പോൾ ഈസ നബി അലൈഹി സ്വലാമിൻ്റെ ജന്മവർഷം 1-ാം കൊല്ലം, 2-ാം കൊല്ലം, അങ്ങനെ ആക്കി. അങ്ങനെ പ്രധാനപ്പെട്ട എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഉണ്ടായാൽ അതിലേക്ക് ചേർത്ത് കൊല്ലം കണക്കാക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുന്നതിൻ്റെ തൊട്ടു മുമ്പുണ്ടായ പ്രധാനപ്പെട്ട സംഭവം ആനക്കലഹമാണ്. അബ്രഹത്ത് രാജാവ് ആനപ്പടയുമായി കഅബ പൊളിക്കാൻ വേണ്ടി വന്നതായിരുന്നു. അന്ന് മുതൽ ആനക്കലഹ 1-ാം വർഷം ആമുൽ ഫീൽ എന്നാണ് അതിന് അറബിയിൽ പറയാം. ആമുൽ ഫീൽ 1-ാം കൊല്ലം, ആമുൽ ഫീൽ 2-ാം കൊല്ലം, ആമുൽ ഫീൽ 3-ാം കൊല്ലം, അങ്ങനെയാണ് എണ്ണിപ്പോരൽ പതിവുണ്ടായിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനത്തിലേക്ക് ചേർത്തുകൊണ്ട് നബി ജനിച്ചതിൻ്റെ 1-ാം കൊല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചതിൻ്റെ 2-ാം കൊല്ലം, അങ്ങനെ പറയൽ പതിവുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായപ്പോൾ നബി തങ്ങളുടെ വഫാത്തിൻ്റെ 1-ാം കൊല്ലം, നബി തങ്ങളുടെ വഫാത്തിൻ്റെ 2-ാം കൊല്ലം, അങ്ങനെ എണ്ണിത്തുടങ്ങി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിലും അങ്ങനെ തന്നെയാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടമായപ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കത്തിടപാടുകൾ ധാരാളമായി നടന്നു. കിസ്രയിലേക്കും കൈസറിലേക്കും ഫലസ്തീനിലേക്കുമൊക്കെ കത്തിടപാട് ധാരാളം നടന്നപ്പോൾ ഈ കത്ത് എഴുതുമ്പോൾ ഒരു ഡേറ്റ് എഴുതണം. അത് ഓരോ കത്തിനും ചിലത് ഈസാ നബിൻ്റെ കൊല്ലം വെച്ച് എഴുതും, ചിലത് ആമുൽ ഫീൽ വെച്ച് എഴുതും, ചിലത് മീലാദുൻ നബി വെച്ച് എഴുതും. അപ്പോൾ ഒരു ഏകീകൃത സ്വഭാവമില്ലാത്തതിനാൽ അതിനൊരു ഏകീകൃത സ്വഭാവം കൊണ്ടുവരാൻ മഹാനായ സയ്യിദുന ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തീരുമാനിച്ചു. അങ്ങനെ സ്വഹാബത്തിൽ നിന്ന് ജീവിച്ചിരിപ്പുള്ള ധാരാളം പ്രധാനികളെ വിളിച്ചു ചേർത്ത് അവരോട് ഈ വിഷയം ചർച്ച ചെയ്തു. നമുക്ക് ഒരു യൂണിഫോമിറ്റി, കൊല്ലം കണക്കാക്കുന്നതിനൊരു ഏകീകൃത രൂപം കൊണ്ടുവരാം. പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞു. ആ അഭിപ്രായത്തിനൊടുവിൽ അവസാനം തീരുമാനത്തിലെത്തി ഹിജ്റയിലേക്ക് ചേർക്കാം. അങ്ങനെയാണ് കൊല്ലം ഹിജ്റയിലേക്ക് ചേർത്ത് വരൽ ആരംഭിച്ചത്. ഈ ഇംഗ്ലീഷ് മാസം എന്ന് പറയുന്നത് സൂര്യനെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതും അറബി മാസം എന്ന് പറയുന്നത് ചന്ദ്രൻ്റെ ചലനത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതും മലയാള മാസം എന്ന് പറയുന്നത് നക്ഷത്രങ്ങളുടെ ചലനത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതുമാണ്. സൂര്യൻ്റെ ചലനത്തെ അടിസ്ഥാനപ്പെടുത്തിയാകുമ്പോൾ സൂര്യൻ ഒരു ദിവസം 24 മണിക്കൂർ കൊണ്ട് ഭൂമിക്ക് ചുറ്റും അല്ലെങ്കിൽ ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്നു.
365 ദിവസം കൊണ്ടാണ് അത് ഒരു വട്ടം പൂർത്തിയാക്കുന്നത്. അതിനാൽ ഇംഗ്ലീഷ് മാസത്തിലെ ഒരു കൊല്ലം എന്ന് പറഞ്ഞാൽ 365 ദിവസം തന്നെ ഉണ്ടാവുക. ഒരു കാലത്തും ഒരു മാറ്റം ഉണ്ടാവില്ല. ഈ 4 ദിവസം അതിലുണ്ട്. 365 ദിവസം ഉണ്ടായതുകൊണ്ട് കുറേ കൊല്ലം കഴിയുമ്പോൾ ഒരു ഡേറ്റ് അങ്ങോട്ടിടും ഒരു ദിവസം. കാരണം 360 വെച്ചിട്ട് 65 വെച്ചിട്ടേ ഉണ്ടുള്ളൂ, കാലം എണ്ണാൻ കഴിയൂലല്ലോ. അപ്പോൾ കുറേ കൊല്ലം കഴിയുമ്പോൾ ഒരു ദിവസം കൂടിയാണ് കൂട്ടിയിടും. അങ്ങനെയാണ് ഇംഗ്ലീഷ് കണക്കാക്കി വരുന്നത്. അറബി മാസം ചന്ദ്രൻ ഉദിക്കുന്നതിനനുസരിച്ചല്ല, ഉദിപ്പ് കാണുന്നതിനനുസരിച്ചാണ് കണക്കാക്കി പോരുന്നത്. അങ്ങനെ ഉദിപ്പ് കാണുന്നതിനനുസരിച്ച് കണക്കാക്കാനുള്ള കാരണം ഹദീസിൽ നിങ്ങൾ ചന്ദ്രനെ കണ്ടാൽ നോമ്പ് നോൽക്കുക എന്നാണ്, ചന്ദ്രനെ കണ്ടാൽ പെരുന്നാൾ നടത്തുക എന്നാണ്. അതേസമയത്ത് നിസ്കാരത്തിൻ്റെ സമയം ആയാൽ എന്നാണ്, അല്ലാതെ കണ്ടാൽ എന്നല്ല. ഇതാണ് വ്യത്യാസം. അപ്പോൾ അതുകൊണ്ട് മലയാള മാസങ്ങളാണെങ്കിൽ അത് നക്ഷത്രങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് കണക്കാക്കുന്നത്. 12 നക്ഷത്ര കൂട്ടങ്ങളുണ്ട്. ആ നക്ഷത്രങ്ങൾ കണക്കാക്കി അതിന് പേരിട്ട കാലഘട്ടത്തിൽ നോക്കിയപ്പോൾ കണ്ട രൂപം വെച്ചുകൊണ്ടാണ് ആ പേരുകൾ ഇട്ടു പോന്നിട്ടുള്ളത്. ഇന്ന് ആ നക്ഷത്രത്തിന് ആ രൂപം ഇക്കൊള്ളണമെന്നൊന്നുമില്ല. പേര് അത് ഇട്ട കാലത്ത് അന്നിങ്ങനെ നോക്കിയപ്പോൾ ചിലത് മാനിൻ്റെ മാതിരിയായിരുന്നു, അപ്പം മാനിൻ്റെ പേരിട്ടു. ചിലതിങ്ങനെ നോക്കിയപ്പോൾ ഒരു ഭാര്യയും ഭർത്താവും നിൽക്കണ മാതിരി തോന്നിയപ്പോൾ മിഥുനെന്ന് പേരിട്ടു. അങ്ങനെ അന്ന് പേരിട്ടത് അങ്ങനെയാണ്. ഇന്ന് നോക്കിയാൽ അങ്ങനെ ആയിക്കോളണമെന്നൊന്നുമില്ല. അങ്ങനെ ആണെന്ന് വിചാരിച്ച് നോക്കിയാൽ ചിലപ്പോൾ അങ്ങനെ കാണും ചെയ്യും, അത്രേ അതിൻ്റെ കാര്യമുള്ളൂ. അങ്ങനെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലം മുതൽ മുസ്ലിങ്ങൾ അറബി മാസം ചന്ദ്രനെ അടിസ്ഥാനപ്പെടുത്തി കണക്കാക്കി വരുന്നു. ഇതിലുള്ള കാര്യം എന്താ വെച്ചാൽ മാസം കണക്കാക്കുന്നത് പഠിപ്പിക്കലല്ല എൻ്റെ ഉദ്ദേശം. ഹിജ്റനെ പറ്റി 2 വർത്തമാനം പറയലാണ് ഉദ്ദേശം. അതാണ്, അത് പറയാനുള്ള തുടക്കമാണ് ഇപ്പോൾ ഈ പറഞ്ഞു വെക്കുന്നത്. ഹിജ്റ എന്ന് പറയുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് താമസം മാറിയതാണ്. യാത്ര 3 തരത്തിലുണ്ട്. ഒന്നാമത്തേത് സിയാറത്ത് എന്ന് പറയുന്ന യാത്രയാണ്. രണ്ടാമത്തേത് റിഹ്ല എന്ന് പറയുന്ന യാത്രയാണ്. മൂന്നാമത്തേത് സഫർ എന്ന് പറയുന്ന യാത്രയാണ്. സിയാറത്ത് എന്ന് പറഞ്ഞാൽ സന്ദർശനമാണ്. ഹജ്ജിന് പോകുക, ഉംറക്ക് പോവുക, കോഴിക്കോട്ടേക്ക് പോവുക, തൃശ്ശൂർക്ക് പോവുക, അതൊക്കെ സിയാറത്താണ്. മമ്പറത്തേക്ക് പോവുക, മമ്പറ നീർച്ചടക്കാണ് ഇപ്പോൾ ഉറൂസ്. മമ്പറ തങ്ങളെ വലിയൊരു ഫാത്തിഹ ഓതി എല്ലാവരും. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. ഉറൂസിൻ്റെ സാഹചര്യത്തിൽ അവരുടെ ആത്മാവിൻ്റെ സാന്നിധ്യം കൂടുതലുണ്ടാവുന്നതാണ്. അതുകൊണ്ടാണ് ഉറൂസിൻ്റെ സമയത്ത് പ്രത്യേകം സിയാറത്തിന് പോകുകയൊക്കെ ചെയ്യണത്. ഇപ്പം എന്തായാലും ഇപ്പോൾ ഉറൂസിൻ്റെ സമയമാണ്. അപ്പോൾ മമ്പറത്ത് പോകുക, പുത്തമ്പള്ളിക്ക് പോകുക എന്നൊക്കെ പറഞ്ഞത് സിയാറത്താണ്. പിന്നെ ഇനിയൊരു യാത്രയുള്ളത് റിഹ്ലയാണ്. റിഹ്ല എന്ന് പറഞ്ഞാൽ ജോലിക്ക് വേണ്ടി പോകുന്നതാണ്. കച്ചവടത്തിന് വേണ്ടി പോകുന്നത്, ഗൾഫിൽ ജോലി ചെയ്യാൻ വേണ്ടി പോകുന്നത്, കോഴിക്കോട്ടേക്ക് ജോലി ആവശ്യാർത്ഥം പോകുന്നത്, തൃശ്ശൂരിലേക്ക് ജോലിക്ക് വേണ്ടി പോകുന്നത്, ഇതൊക്കെ റിഹിലയാണ്. റിഹിലയിൽപ്പെട്ടതാണ് കാഫില. കച്ചവട സംഘങ്ങൾ ഒട്ടകപ്പുറത്ത് കച്ചവട ചരക്കുകൾ ഏറ്റിക്കൊണ്ട് പോകുന്നതാണ് കാഫില. അത് റിഹിലയിൽപ്പെട്ടതാണ്. ഇനിയൊരു യാത്രയുണ്ട്, അതാണ് സഫർ എന്ന് പറയുന്ന യാത്ര. സഫർ പോകുക എന്ന് പറയുന്ന യാത്രയാണ് ഇനി മൂന്നാമത്തതായിട്ടുള്ളത്. സഫർ എന്ന് പറഞ്ഞാൽ യാത്രക്ക് വേണ്ടിയുള്ള യാത്രയാണ്. എന്തിനാ പോണത്? പോകാൻ പോവുന്നെ. എന്തിനാ പോണതെന്ന് ചോദിച്ചാൽ പോകാൻ വേണ്ടി പോവുന്നെ. അതാണ്. അത് ശരിക്കും നടത്തുന്നത് കുട്ടികളേക്കാരം, ചെറിയ കുട്ടികൾ. നമ്മൾ വീട്ടിൽ നിന്ന് എവിടേക്കൊക്കെ പോകാൻ ഒരുങ്ങുമ്പോൾ ചെറിയ കുട്ടികൾ, എന്താ അവിടെ കുട്ടികളെ, ഹലോ ഹലോ കയറിപ്പോയി. അത് ശരി, നിങ്ങൾ തിരക്കടിച്ചല്ലോ ആൾക്കാർ. മൗലായല്ലേ, എല്ലാവരും ഒരു മൗലായല്ലേ.
മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ഒരു വരി എല്ലാവരും. ആമിൻ തദക്കുരി ജീറാനിം ബിദി സലമി മസജ്ത ദമൻ ജറാ മിൻ മുഖിലത്തിൻ ബിദമി. മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ഉള്ള സൗകര്യം അനുസരിച്ചൊക്കെ എല്ലാവരും ഷാറായിട്ടിരിക്കുക, അത്രയല്ലേ ഇപ്പോൾ പറ്റുള്ളൂ. പിന്നെ സംഗതിയിൽ ഞാൻ ആരും നിൽക്കാൻ അനുവദിക്കലില്ല, പക്ഷേ സ്ഥലമില്ലാത്തതുകൊണ്ട് പിന്നെ ഞാനൊന്നും പറയാതിരിക്കുകയാണ്. മജ്ലിസുൽ ഇൽമ് എന്ന് പറഞ്ഞാൽ ഇൽമ് കേൾക്കാൻ വേണ്ടി ഇരിക്കുന്ന സ്ഥലം എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോഴാണ് റൗദത്തും മിൻ റിയാദിൽ ജന്നയുടെ പ്രതിഫലം കിട്ടുള്ളൂ എന്നതുകൊണ്ട് ഞാൻ എൻ്റെ സദസ്സിൽ നിൽക്കാൻ അനുവദിക്കാറില്ല. പക്ഷേ സ്ഥലപരിമിതി ഉള്ളതുകൊണ്ട് ഈ കസാല ഇവിടുന്ന് എടുക്കട്ടോ, ഇതിവിടെ വേണമെന്നില്ല, ഇത് താഴത്തേക്ക് ഇട്ടിട്ടോ അല്ല ഇവിടെ തന്നെ വെച്ചിട്ടോ. ഇതുമ്മഞ്ഞിരിക്കാതിരിക്കാന്നല്ല, ഇതുമ്മ ഞാൻ തന്നെ മതി. ഇത് ബെഞ്ച് കൂട്ടിയിട്ടല്ലേ, ഇളകാതിരിക്കണം. കാല് കെട്ടിയിട്ടില്ലല്ലോ? കെട്ടിയിട്ടുണ്ട്, ആയിക്കോട്ടെ. ഇത് ഇളകാൻ പറ്റില്ല അങ്ങനെ. നിങ്ങളങ്ങനെയൊക്കെ പറയും. അനുഭവമാണ് ഏറ്റവും വലിയ പാഠം. വീണതിനല്ല കുഴപ്പം, നാളെ സാരി പൈസ വീണമാതിരി എന്ന് പറയും, അതാണ് വലിയ പ്രശ്നം. അതാ വീണ അവിടെ നിന്ന് നീച്ചാൽ മതി, അതാണ് കുഴപ്പം. ആയിക്കോട്ടെ, ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഒരു മൗലായും കൂടി. മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. മുഅ്മിനീങ്ങളെ, അപ്പോൾ 3 യാത്ര ഉണ്ട്. 4 ഉണ്ട്, 4ാമത്തെ ലാസ്റ്റ് പറയും. 1 സിയാറത്ത് എന്ന യാത്ര, സന്ദർശനം. വാപ്പാനെ കാണാൻ പോവുക, ഉമ്മാനെ കാണാൻ പോവുക, ദർസ് പഠിക്കുന്ന കുട്ടികൾ നാട്ടിൽ പോവുക, മദ്രസ ഉസ്താദന്മാർ വീട്ടിൽ പോവുക, ഇങ്ങനെയൊക്കെയുള്ള ഉസ്താദന്മാരെ കാണാൻ പോവുക, അതൊക്കെയാണ് സിയാറ. റിഹ്ല എന്ന് പറഞ്ഞാൽ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി പോവുക, ഗൾഫിക്ക് പോവുക, ജോലിക്ക് പോവുക, കച്ചവടത്തിന് പോവുക, അതൊക്കെയാണ് റിഹില. കാഫില എന്ന് പറയുന്നത് റിഹിലയിൽപ്പെട്ടതാണ്. കച്ചവടത്തിന് വേണ്ടി ചരക്കുകളൊക്കെ ഒട്ടകപ്പുറത്ത് വെച്ച് പോകുന്നതാണ് കാഫില. 3ാമത്തെ യാത്രയാണ് സഫർ എന്ന യാത്ര. യാത്രക്ക് വേണ്ടിയുള്ള യാത്രയാണ് സഫർ. എന്തിനാ പോണതെന്ന് ചോദിച്ചാൽ പോകാൻ തന്നെ, അതാണ്. അതിൻ്റെ ഉദാഹരണം കുട്ടികളാണ്. നമ്മളെവിടേക്കേലൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചെറിയ കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ ഞാനും ഉണ്ട് അറിയും. എവിടേക്കാലും വഴിയിലുണ്ട്, അതാണ്. നമ്മൾ പോണതിനൊരു ലക്ഷ്യം ഉണ്ടാവും, കുട്ടികൾക്ക് അത് ഉണ്ടാവില്ല, എവിടേക്കാലും കുഴപ്പമില്ല, ഞാനും ഉണ്ട് എന്നുള്ളതാണ്. ഇതാണ് യാത്രക്ക് വേണ്ടിയുള്ള യാത്ര എന്ന് പറയുന്നത്. ഇതധികവും കുട്ടികളാണ് നടത്തുക എന്നുള്ളതാണ്. ഇതാണ് നിങ്ങൾ യാത്ര ചെയ്യുക എന്ന് പറഞ്ഞ ആയത്തിലുള്ളത്, ഹദീസിലുള്ളത്. നിങ്ങൾ യാത്ര ചെയ്ത് ആരോഗ്യമുള്ളവരായി തീരുക എന്ന ഹദീസിലുണ്ട്. സാഫിറു തസിഹു, നിങ്ങൾ യാത്ര ചെയ്ത് ആരോഗ്യമുള്ളവരാവുക. അത് ഈ യാത്രയാണ്. ഏത് യാത്ര? ലക്ഷ്യമില്ലാത്ത യാത്രയാണ്. അതാണ് ഈസ നബി അലൈഹി ഇസ്ലാമിൻ്റെ യാത്ര. അതാണ് മഹാനായ സയ്യിദുനാ ഖിദർ നബി അലൈഹി ഇസ്ലാമിൻ്റെ യാത്ര. അതാണ് ഗൗസുൽ ആദം സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടെ യാത്ര. ഗൗസുൽ ആദം ഇറാഖിലേക്ക് പോയതല്ല, പോയി അവസാനം ഇറാഖ് കണ്ട് എത്തിയതാണ്. അതാണ് യാത്ര. ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായപ്പോൾ യാത്ര ചെയ്തു. യാത്ര ചെയ്ത് അങ്ങനെ മഹാനവറുകൾ ഒരു സ്ഥലത്ത് കണ്ട് എത്തിച്ചേർന്നു. അവിടേക്ക് പോയതല്ല, പോയിട്ട് അവിടേക്ക് എത്തിയതാണ്. ഇങ്ങനെ കുട്ടികളാണ് യാത്ര അധികവും നടത്തുക എന്നുള്ളതാണ്. കുട്ടികളുടെ ആരോഗ്യത്തിൻ്റെ രഹസ്യവും അത് തന്നെയായിരുന്നു എന്നാണ്. ഇവിടെ നമ്മൾ ഈ
ഈ വെളിയങ്കോട് പറഞ്ഞ സ്ഥലത്ത് ഒരു അൽവിയാക്ക എന്ന് പറഞ്ഞിട്ടൊരാളുണ്ടായിരുന്നു ഇത്രേ പണ്ട് പഴയ കാലത്ത്. അപ്പോൾ മൂപ്പർക്ക് ഒരു പിരി ലൂസ് ഉണ്ട് എന്നാണ് എല്ലാവരും പറയുക. മൂപ്പര അഭിപ്രായത്തിൽ മൂപ്പർക്ക് കുഴപ്പമൊന്നുമില്ല, നമ്മക്കാണ് ഒരു പിരി ലൂസ് ഉള്ളത് എന്നാണ്. എന്തായാലും മൂപ്പരിങ്ങനെ പോകും, യാത്ര പോകും. അപ്പോൾ എവിടേക്കെങ്കിലൊക്കെ പോകാൻ ഒരുങ്ങുമ്പോൾ എന്നാൽ അൽവിയാക്കാഞ്ഞ് വരികയെന്ന് ചോദിച്ചാൽ പറയും വരവില്ല പോക്കുള്ളൂ. വരവില്ല പോക്കുള്ളൂ. അങ്ങനെ പോയി കുറേ കഴിയുമ്പോൾ വെളിയങ്കോട്ടേക്കും പോകും. അപ്പം ഇങ്ങോട്ട് തന്നെ എത്തുന്നു അത്ര. അതാണ് സഫർ എന്ന് പറയുന്ന സാധനം. പോകുന്നെ, പോകാൻ വേണ്ടി പോകുക. 3 ഇനി ഒന്ന് ബാക്കിയുണ്ട്, അതിൻ്റെ പേരാണ് ഹിജറ. ഈ 3 അല്ലാത്തതാണ് ഹിജറ എന്ന് പറഞ്ഞ സാധനം. വരുമാനത്തിനല്ല, ആരോഗ്യം ഉണ്ടാവാനുമല്ല, സന്ദർശനത്തിനുമല്ല. 3 അല്ലാത്ത യാത്ര, അതാണ് ഹിജറ. ജന്മനാടുപേക്ഷിച്ച് മറ്റൊരു നാട്ടിലേക്ക് താമസം മാറുന്നതാണ് ഹിജറ. എന്നാൽ ഹിജറ 2 തരത്തിലുണ്ട്. ഇന്ന് നമ്മൾ കുറ്റിപ്പുറത്ത് പെര വിറ്റിങ്ങാണ്ട് ചങ്ങരംകുളത്തേക്ക് താമസം മാറിയാൽ ഹിജറയാവില്ല. എന്തുകൊണ്ട്? ഹിജറ മക്കം ഫത്ഹോടുകൂടെ അവസാനിച്ചിട്ടുണ്ട് എന്നതാണ് കാരണം. മക്കം ഫത്ഹിന് മുമ്പ് പോയതാണ് ഹിജറ എന്ന് പറയുന്നത്. സഹാബത്ത് അബിസീനിയയിലേക്ക് യാത്ര ചെയ്തു. ഹിജറയാണ്. 2 പ്രാവശ്യം അബിസീനിയയിലേക്ക് പോയി. ആദ്യം ഒരു തവണ പോയി. നല്ല രാജാവായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ആ രാജാവ് അവർക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു. അവരവിടെ സുഖമായി താമസിച്ചു. ആയിടെ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വന്നു. ആളുകൾക്ക് ധൈര്യം കിട്ടി. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു വന്നിട്ട് ആദ്യമായി കഅബയിലേക്ക് തക്ബീർ ജാഥ നടത്തി. ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് എന്നിട്ട് ചോദിച്ചു, നമ്മൾ പറയണത് സത്യമല്ലേ എന്ന് ചോദിച്ചു. എന്താ ഉമറെ സംശയം? സത്യം തന്നെയാണ് പറഞ്ഞു. എന്നാൽ നമുക്കിത് ഉറക്കെ പറഞ്ഞൂടെ എന്ന് ചോദിച്ചു. പറയാലോ പറഞ്ഞു. എന്നാൽ നീച്ചി പറഞ്ഞു. അങ്ങനെ എല്ലാവരും കൂടി നീച്ചിട്ട് കഅബയിലേക്ക് തക്ബീർ എല്ലിങ്ങാണ്ട് ഇങ്ങനെ പോയി. അപ്പം മുസ്ലിങ്ങൾക്ക് ധൈര്യം വന്നപ്പോൾ അബിസീനിയയിലേക്ക് പോയവരൊക്കെ തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോൾ ഖുറൈശികൾക്ക് വീണ്ടും ദേഷ്യമായി. അവർ വീണ്ടും അക്രമം തുടങ്ങി. നിൽക്കാൻ കഴിയാതെ 2ാം പ്രാവശ്യവും പോവുകയാണ്. ആ സമയത്ത് അവർ നബി തങ്ങളെ വിളിച്ചു. നബി ഞങ്ങളും പോരി, എന്തിനാ ഇവിടെ അടങ്ങാറായങ്ങാണ്ട് നിൽക്കുന്നത്, നമുക്ക് പോകാം. അബിസീനിയയിലെ രാജാവ് നല്ല മനുഷ്യനാണ്. അദ്ദേഹം ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരും, അതുകൊണ്ട് നമുക്ക് പോകാം. നബി തങ്ങൾ പറഞ്ഞു, ഇതൊന്നും അങ്ങനെ സ്വന്തം ഇഷ്ടത്തിന് ചെയ്യണതല്ല, ഓർഡർ വന്നാലേ പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. നിങ്ങൾ പൊയ്ക്കോളി, സുഖമായിട്ട് താമസിച്ചോളി എന്ന് പറഞ്ഞു. ഓർഡർ വന്നില്ല. ഓർഡർ പിന്നെ കുറേ കാലം കഴിഞ്ഞിട്ടാണ് വന്നത്. പക്ഷേ വന്നത് മദീനയിലേക്കായിരുന്നു. അതിനു മുമ്പ് തന്നെ നബി തങ്ങൾ മദീനയിലേക്ക് പോകുമെന്ന് സൂചനയുണ്ടായിരുന്നു. 6ാമത്തെ വയസ്സിൽ മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഉമ്മയോടൊപ്പം മദീന സന്ദർശിച്ചു. വാപ്പാൻ്റെ ഖബറിടം സന്ദർശിച്ചു, സിയാറത്ത് ചെയ്തു. ഉമ്മയായ ആമിന ബീവി റളിയല്ലാഹു അൻഹയും അബ്ദുള്ള എന്നവരിൽ നിന്ന് അനന്തരമായി കിട്ടിയ ഒരടിമ സ്ത്രീയും ഉണ്ടായിരുന്നു. ഉമ്മു ഐമൻ എന്നായിരുന്നു ആ അടിമ സ്ത്രീയുടെ പേര്. 2 പേരും 18 വയസ്സുള്ള സ്ത്രീകളായിരുന്നു. അങ്ങനെ ഈ 2 ആളും 6 വയസ്സുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവരായിരുന്നു മദീനയിലേക്ക് യാത്ര ചെയ്തത്. അന്ന് മദീനയിൽ ചെന്ന സമയത്ത് മദീനയിലുണ്ടായിരുന്ന പൂർവകാല വേദങ്ങൾ പഠിച്ച പണ്ഡിതന്മാർ വന്ന് ഉമ്മു ഐമനോട് പറഞ്ഞു, ഉമ്മു ഐമനെ, ഇത് അവസാനത്തെ പ്രവാചകനാണ്, ഇദ്ദേഹം മദീനയിലേക്ക് ഹിജറ വരാനുള്ള ആളാണ്, അങ്ങനെ പൂർവകാല വേദങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതുകൊണ്ട് നബി തങ്ങൾ മദീനത്തേക്കാണ് പോകുക എന്നുള്ളത് കുറേ ആൾക്കാർക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അബിസീനിയയിലേക്ക് പോയ ആളുകളിൽ പലരും നേരത്തെ തന്നെ മദീനയിലേക്ക് പോയി. നബി തങ്ങൾ മദീനയിലെത്തുന്നതിന് മുമ്പ് തന്നെ മദീനയിൽ ജുമുഅ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. സഹാബത്ത് കുറേ അവിടെ എത്തിയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ മദീനയിലേക്ക് ഹിജറ പോയി. അതിനുശേഷം സ്വഹാബത്ത് അബിസീനിയയിൽ നിന്ന് നേരിട്ട് വന്നവരുണ്ട്, മക്കത്ത് വന്നിട്ട് പിന്നെ വന്നവരുണ്ട്.
അബിസീനിയയിലേക്ക് തീരെ പോകാതെ നേരിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. മക്കയിൽ നിന്ന് നേരിട്ട് പോകുന്ന ആളുകളിൽ പ്രധാനിയായിരുന്നു ബഹുമാനപ്പെട്ട സയ്യിദുനാ സുഹൈബ് ബിനു സിനാൻ റളിയല്ലാഹു അൻഹു. മക്കത്ത് നിന്ന് നേരിട്ട് പോകുന്ന ആളാണ് സുഹൈബ് ബിനു സിനാൻ റളിയല്ലാഹു അൻഹു. അടിസ്ഥാനപരമായ റോമക്കാരനാണ്. അദ്ദേഹം വളരെ ദരിദ്രനായ ഒരു മനുഷ്യനായിരുന്നു. ജീവിക്കാൻ ഒരു വഴിയുമില്ലാത്തതിനാൽ അദ്ദേഹം നാട് വിട്ട് മക്കയിലെത്തി. അങ്ങനെ ഫുട്പാത്തിൽ കച്ചവടം ചെയ്തു പൈസയുണ്ടായി. വലിയ കച്ചവടക്കാരനായി മാറി. ധാരാളം സമ്പത്തിൻ്റെ ഉടമയായി. സ്വർണ്ണ വ്യാപാരം തുടങ്ങി. വീണ്ടും സമ്പന്നനായി രത്നവ്യാപാരം തുടങ്ങി. മക്കത്ത് ധാരാളം സമ്പത്തിൻ്റെ ഉടമയായി സുഹൈബ് ബിൻ സിനാൻ മാറി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയിട്ടുണ്ട് എന്നറിഞ്ഞപ്പോൾ സുഹൈബ് ബിൻ സിനാൻ ഹിജറയ്ക്ക് വേണ്ടി ഒരുങ്ങി. തൻ്റെ രത്നങ്ങൾ മുഴുവനും എടുത്ത് വാഹനപ്പുറത്ത് കയറി യാത്ര ചെയ്യുന്നത് ഖുറൈശികൾ കണ്ടു. അവർ വഴിയിൽ വെച്ച് തടഞ്ഞു. സുഹൈബ് ബിൻ സിനാൻ വലിയ അമ്പെയ്ത്തുകാരനായിരുന്നു. അദ്ദേഹം ഖുറൈശികൾക്കെതിരെ അമ്പെയ്തെങ്കിലും യുദ്ധത്തിൽ മഹാനവറുകൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അവസാനം ഒരു മധ്യസ്ഥ ശ്രമം നടന്നു. മധ്യസ്ഥ ശ്രമത്തിൽ ഖുറൈശികൾ പറഞ്ഞു, സുഹൈബേ, നിനക്ക് വേണമെങ്കിൽ പോകുന്നതിന് വിരോധമൊന്നുമില്ല, പക്ഷേ മുതൽ മൊത്തം പടിട്ടിട്ട് പോകണമെന്ന് പറഞ്ഞു. വലിയ രത്നവ്യാപാരിയാണ്, വലിയ പൈസക്കാരനാണ്. മുതൽ മൊത്തം പടിട്ട് പോകണമെന്ന് പറഞ്ഞു. തൻ്റെ ചെറിയ പ്രായം മുതൽ അധ്വാനിച്ചുണ്ടാക്കിയ മുതലാണത്. വാപ്പാൻ്റെ അനന്തരല്ല, ഫക്കീറായിട്ട് മക്കത്തേക്ക് വന്നതാണ്, റോമക്കാരനാണ്.